എനിക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിനോട് ഒരു ഇഷ്ടമാണ്. കാരണം എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസാ കാണിക്കുന്നത്. അല്ല, കാരണം എനിക്ക് ജിമ്മിൽ പോവുക, ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് വിജയുടെ പാട്ടുകൾ, ഈ ഫാസ്റ്റ് സോങ്ങുകളെല്ലാം ഞാൻ നോക്കിയിട്ട് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. എന്റേതായ തമിഴ് പാട്ടാണോ ഇഷ്ടം? തമിഴ് പാട്ട് ഇഷ്ടമാണ്. എന്നടീറാക്കമ്മ പല്ലാക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ആണുങ്ങളെയും ബാധിക്കാം, ലേഡീസിനെയും ബാധിക്കാം. അപ്പോൾ ഈക്വൽ ആയിരിക്കുക. ഈ ഒരു കേസിൽ പറഞ്ഞത് ആ പെൺകുട്ടി ചെയ്ത രീതി ഒട്ടും ശരിയായിട്ടില്ല. കാരണം അവൾ ആ ഫോൺ വെച്ചിട്ട് അവള് അങ്ങനെ പീഡനത്തിനിരയായ ഒരു കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും അതിൽ പ്രതികരിച്ചേനെ. അപ്പൊ പുള്ളി അതിൽ മാറി എന്തുകൊണ്ട് അത് ചെയ്തു എന്നതൊരു തികച്ചും അത്ര എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. പുള്ളി വിചാരിച്ചിട്ടുണ്ടാവാം എന്തൊക്കെയാണോ ലേഡീസ് ചെയ്യുന്നത് എപ്പോഴും ലേഡീസിന്റെ ഭാഗത്ത് മാത്രമാണ് ശരി എന്ന് കോടതി പോലും ചിന്തിക്കുന്നുണ്ടാവാം. അതുകൊണ്ടുള്ള ആ ഒരു മാനസിക സംഘർഷം പുള്ളിക്കാരനെ ഇതിലേക്ക് നയിച്ചിരിക്കാം. ബസ്സിൽ വെച്ച് നമുക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അത് വീട്ടിൽ പോലും പറയാൻ മേടിച്ചിരുന്ന കാലത്ത് നിന്നും മാറി സ്വന്തമായിട്ട് അത് ക്യാമറയിൽ പകർത്തി റീലാക്കി വിൽക്കാനൊരു മൈൻഡ് സെറ്റ് ഇവള് കാണിക്കുന്നു എന്നുള്ളത്, ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുന്നു എന്നുള്ളത് ഭയങ്കരമായി പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ദ റിയാലിറ്റി ബൈ ഷാരികയുടെ ഇന്നത്തെ ഷോയിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണ്. ദ റിയൽ റിയാലിറ്റിയിലേക്ക് യാഥാർത്ഥ്യത്തിന്റെ സത്യങ്ങൾ പറയാനായി നമ്മളോട് ഇന്ന് എത്തിയിരിക്കുന്നത് അൺഎക്സ്പെക്ടഡ് ഗസ്റ്റ്. ആൻഡ് there it is, റീന ജോൺ ഫ്രോം UK, ദ വൈറൽ താരം. നമസ്കാരം. നമസ്കാരം ശാരിക. താങ്ക് യു ശാരിക. അപ്പൊ UK എത്തി. അതെ, ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്കൊരു ഷോ തന്നതിന് ആദ്യമേ ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു. ലാസ്റ്റ് ആണ് നന്ദി പറയേണ്ടത്, എങ്കിലും പറയാതിരിക്കാൻ പറ്റും. ഓക്കെ ശാരിക, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. അപ്പോ എന്തൊക്കെയാണ് പുതിയ വൈറൽ? എന്താണ് കയ്യിലൊരു പൂച്ച? പ്ലാച്ചിയോ? ഇത് റീനയുടെ പ്ലാച്ചിയാണ്. റീനയുടെ പ്ലാച്ചി. പ്ലാച്ചിയാണോ അവന്റെ യഥാർത്ഥത്തിൽ? അല്ല, ഇത് പ്ലാച്ചിയല്ല, ഇത് റീനയുടെ മാത്രമുള്ള ഒരു പേര് ഞാൻ ഇട്ടായിരുന്നു ശാരിക. എന്റെ റീനയുടെ പൂച്ച അങ്ങനെ ഇട്ടോ. ഓക്കെ. അപ്പൊ ഇതെനിക്ക് സാധാരണ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്കല്ലേ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോ എനിക്ക് തോന്നി ഒരു കൂട്ടുകാരൻ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഇതിനെ ഞാൻ ബാഗിലെടുത്ത് കൊളുത്തി വെച്ച് കൊണ്ടുവന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കും ഇപ്പൊ ഇതാണ് ട്രെൻഡ്. ഇതാണ്, അതെ, ഈ സോഫ്റ്റ് ടോയ് അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. ഇതിന് ഏറ്റവും വലിയ പ്രമാദമായ ഷോയില്, ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും വൈറലായ സാധനം ഇങ്ങനത്തെ ഒരു ടോയ്. ഓ ആണോ? ഓ, പ്ലാച്ചിയുടെ ചാവം. അനുമോൾക്ക് കപ്പ് കിട്ടിയതൊരു പ്ലാച്ചിയാണെന്നാ പറയുന്നത്, പ്ലാച്ചി കാരണമാണെന്നാ പറയുന്നത്. ഇതിപ്പോ എന്റെ ഒരു ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവരുമായിട്ടുള്ള യാത്ര. എത്രത്തോളം വൈറലോട് വൈറലായിരിക്കും. ഇതിന്റെ തുടക്കമാണ് നമ്മുടെ ഇന്റർവ്യൂ ആണ് ശാരിക. ഓക്കെ. അപ്പോ ഈ റീന ജോൺ എന്ന് പറയുമ്പോൾ ഞാൻ താങ്കളെ കുറിച്ച് പഠിച്ചപ്പോ യു വെൽ എഡ്യൂക്കേറ്റഡ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ക്യാൻസർ സർവൈവർ ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതായത് ഈ ചിരിക്കുന്ന മുഖത്തിന്റെ പുറകിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. ആരും കാണാതെ കരയുന്ന ഒരു വ്യക്തി. ഇത്രയും ബോൾഡ് ആയിട്ട്. എങ്കിൽ ലൈല കോളേജിലെ ടീച്ചറായിരുന്നു, സ്കൂളിലെ ടീച്ചറായിരുന്നു. ആൻഡ് യു ആർ വെൽ വേഴ്സ്ഡ്. അങ്ങനെ ഭയങ്കര സ്റ്റാൻഡേർഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷെ റീനയുടെ ഒരു ഫസ്റ്റ് ഷോ ഒക്കെ ആൾക്കാർ ടിക്ടോക്ക് കാണുമ്പോൾ ഇത് എവിടുന്ന് വരുന്നതായി തള്ളച്ചി, ഇവർക്ക് എന്താണ്, ഇവർക്ക് വല്ല കുഴപ്പമുണ്ട് ഇവർക്ക്? സത്യത്തിൽ അങ്ങനെ ഒരു എന്തിനാണ് അങ്ങനെ ഒരു ബിൽഡപ്പ്? നോർമലി എന്താ പറയാ, ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന താങ്കളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ താങ്കളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ജനങ്ങൾക്ക് കാണിക്കാമായിരുന്നല്ലോ. എന്താണ് ഇങ്ങനൊരു വേ ഓഫ് തോട്ട് എടുത്തത്? ഇങ്ങനെ ഒരു വേ ഓഫ് തോട്ട് ഞാൻ ആ സമയത്ത് ഒരുപാട് ബ്രോക്ക് ഡൗൺ ചെയ്ത് നിന്ന് എൻ്റെ ലൈഫിലെ ഒരു ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പാർട്ണർ എന്ന് പറയുന്ന പുള്ളി ഒരുപാട് എന്നെ ഇങ്ങനെ അടിച്ചമർത്തി. അതായത് ഒരിക്കലും നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്നുള്ള ഒരു അതിങ്ങനെ എന്നെ ഇത് ചെയ്തു. കാരണം ലൈഫിൽ എനിക്കും പറ്റും കുറേ കാര്യങ്ങൾ, പക്ഷെ ഇങ്ങനെ നമ്മളെ സപ്രസ് ചെയ്ത് നിർത്തിയപ്പോൾ അതിൽ നിന്ന് ഉടലെടുത്ത ഒരു വാശി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇല്ല, ഞാൻ എന്തായാലും ഞാൻ മീഡിയയ്ക്ക് ഒരു എനർജറ്റിക് പെർഫോമൻസുമായിട്ട് ആദ്യം ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഞാനിങ്ങനെ ശരിക്കും എൻജോയ് ചെയ്ത് ഞാൻ ആ ടൈമിലാണ് ആ വീട്ടിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓർത്ത് നോക്കി എന്തുകൊണ്ട് എനിക്കൊരു നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ചെയ്തുകൂടാ. ജസ്റ്റ് ഞാൻ അതായത് എൻ്റെ ഒരു ഇതിലാണ് ചെയ്തതാ. പക്ഷെ അത് നോക്കിയപ്പോഴത്തേക്ക് ഒരു 10 or 15
എനിക്ക് തോന്നുന്നു അതിനുശേഷം എല്ലാം വൈറലുകളാണ് ഓരോ. അപ്പൊ ആ പാറ്റേൺ പിടിച്ചപ്പോ വൈറലാവുമെന്ന് കണ്ടതുകൊണ്ടായിരിക്കാം എനിക്കൊന്ന് റീനയ്ക്ക് അതൊരു കോൺഫിഡൻസ് ആയി. പിന്നെ കോൺഫിഡൻസ് ആയി. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ശരി, എനിക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിനോട് ഒരു ഇഷ്ടമാണ്. കാരണം എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസാ കാണിക്കുന്നത്. അല്ല, കാരണം എനിക്ക് ജിമ്മിൽ പോവുക, ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് വിജയുടെ പാട്ടുകൾ, ഈ ഫാസ്റ്റ് സോങ്ങുകളെല്ലാം ഞാൻ നോക്കിയിട്ട് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങും. എന്റേതായ തമിഴ് പാട്ടാണോ ഇഷ്ടം? ആ, തമിഴ് പാട്ട് ഇഷ്ടമാണ്. എന്നടീറാക്കമ്മ പല്ലാക്കുന്ന അതൊക്കെ അല്ലേ അടിപൊളി സാധനങ്ങളാണ്. അവരെവിടെ പാടി ഏതോ ഒരു ഇന്റർവ്യൂല് പാടിയിട്ടുണ്ടോ അതെ ഒന്നില് എന്തൊരു വെറൈറ്റി ഒരു സാധനം നോക്കി ഇറക്കിയിട്ട് നിർത്തിയാൽ മതി. ഒറ്റയ്ക്കാണല്ലോ ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ എങ്ങനെയാണ് അവിടെ ആരെങ്കിലും ഷൂട്ടിന് ആൾക്കാരൊക്കെ ഉണ്ടോ, അതോ ഒറ്റയ്ക്കാണോ എല്ലാം ചെയ്യുന്നത്? ഒറ്റയ്ക്കല്ല. എങ്ങനെയാണ് ഈ നമ്മുടെ ആദമിനെ ആദം സാറിനെ എങ്ങനെയാണ് അവൻ നോക്ക് മക്കളെ നോക്കങ്ങോട്ട്? അല്ല, ഇവന് ആദ്യം UK വരുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻ്റ് ആയിട്ടോ എന്തോ, എനിക്കറിയില്ല, ഞാനങ്ങനെ പേഴ്സണൽ ഇത് ചെയ്യില്ല. അപ്പൊ അവൻ ആദ്യം എന്നെ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ അടുത്ത് റീന ചേച്ചിയുടെ ഒരു ഫാനാണ്, ഞാൻ നാട്ടിൽ നിന്നുള്ള ഒരു ഫാൻ ബോയാണ്, ഞാനിപ്പോൾ UK എന്ന് പറഞ്ഞിട്ട് ശാരിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് അവൻ എന്നെ കാണാൻ വന്നപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഞങ്ങളൊരു അവിടെ ഒരു TK Maxx എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഷോപ്പിംഗ് ഇതുണ്ട്, അവിടെ വന്നിട്ട് അത് ആ ഫ്ലവർ തന്നു. അപ്പൊ ഞാൻ ഓർത്തു, അയ്യോ നീ എൻ്റെ ആരാധകനാണോ? അപ്പൊ നമ്മളിങ്ങനെ തമാശ പറഞ്ഞ് ആ ഒരു ഇതിൽ നമ്മൾ ഫ്രണ്ട്സ് ആയി, വൈബ് കണക്ട് ആയി. അപ്പൊ അതിനുശേഷം ഞങ്ങൾ എന്നും സംസാരിക്കും. പിന്നെ ആകാശിനെ ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. പിന്നീട് അവന് അത്ര ഒരു കോൺഫിഡൻസ് ആവും. ചേച്ചി, ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഇങ്ങനെയൊക്കെ സർവൈവ് ചെയ്യുമ്പോൾ നിനക്കും പറ്റും. അത് കഴിഞ്ഞിട്ട് അവൻ വീഡിയോസ് ചെയ്യാൻ എനിക്ക് എന്തുകൊണ്ടും അവൻ പ്രചോദനമായി. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ പുറത്തു പോവുക, അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ മോർ ദാൻ 2 years ആയി അവനുമായിട്ട് സൗഹൃദം തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഈ ആദംസിനെയും പിന്നെ റീനയും ഒക്കെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ രണ്ട് എൻറ്റിറ്റി ആയിട്ട് ഒരു സംഭവം രണ്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ എടാ ഒരു ദിവസം നോക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ബാബുസ്വാമിയുടെ ഒക്കെ അടിപൊളി വീഡിയോ ആയിരുന്നു നിങ്ങളുടെ. അപ്പൊ ഞാനത് പറ്റിയ ടീമുകളെ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നു. പക്ഷെ എനിക്ക് കാരണം ഇതിലെ ഒരു വേഴ്സ്റ്റ് പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് സൈബർ ബുള്ളിങ്, അതായത് ആദമിന്റെ ഒക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സൈബർ ബുള്ളിങ്ങിന്റെ ഇരകളായതിൽ ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ സൈബർ ബുള്ളിങ്ങിന്റെ ഇരയാണ്. ഇഷ്ടംപോലെ സൈബർ ബുള്ളിങ് എനിക്ക് കേൾക്കാറുണ്ട്. ഏത് വീഡിയോയുടെ താഴെയും ഇപ്പോഴും സ്റ്റിൽ എനിക്കൊന്ന് ബിഗ് ബോസ് പോയതിനു ശേഷം അത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ റീനയ്ക്കും ഉണ്ടാവും അല്ലെ സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോൾ. ഞാൻ അതിലേക്ക് വരാൻ കാര്യം ഇപ്പൊ ആദം ഒരുപാട് ചിലപ്പോൾ സമയമൊക്കെ അവൻ സങ്കടപ്പെട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? പക്ഷെ അവൻ നല്ല ബോൾഡായിട്ട് നല്ല രീതി മറുപടി കൊടുക്കും. അവന്റെ സ്റ്റൈലിലാണ് കൊടുക്കുന്നത്. നിനക്ക് എന്തിന്റെ കേടാടാ അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ ചോദിക്കും അവൻ. പക്ഷെ അവൻ പ്രതികരിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന പോലെ അവർ ആരെയും ശല്യപ്പെടില്ല. അപ്പൊ റീനയുടെ എൻജോയ്മെന്റിന് വേണ്ടി ചെയ്യുന്നു, ഇഷ്ടമുള്ളവർക്ക് കാണാം, നമുക്ക് സ്വൈപ്പ് ചെയ്ത് വിടുന്ന ഒരു കാര്യമാണ് അതൊക്കെ. പക്ഷെ സൈബർ ബുള്ളിങ്ങിന്റെ എക്സ്ട്രീമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പൊ റീന നാട്ടിലുള്ളത്. അതായത് സൈബർ ബുള്ളിങ്ങിന്റെ പേരിൽ, അതായത് ഒരു വീഡിയോ ചിത്രീകരണത്തിന്റെ പേരിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു കളഞ്ഞു. അപ്പൊ തികച്ചും നിരപരാധി വ്യക്തി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? കാരണം ഞാനും റീനയും രേണുസുധിയും എന്താ പറയുക ബിഗ് ബോസിലെ കുറച്ചധികം താരങ്ങളും കുറച്ചധികം താരങ്ങളും അതോടൊപ്പം ഈ പറഞ്ഞ ആഡം ആയാലും ഈ പറഞ്ഞ ട്രാൻസ് കമ്മ്യൂണിറ്റി ഉള്ളവരൊക്കെ ആയാലും ഒരുപാട് ഇവർ രഞ്ജുമാര് പോലും ഒരുപാട് സൈബർ ബുള്ളിങ്, ജാൻമണിയുടെ വിഷയമൊക്കെ അറിയാലോ, സൈബർ ബുള്ളിങ്ങിന്റെ എക്സ്ട്രീം പീക്ക്, അവരെ കുറിച്ചൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മൾ വേണമെങ്കിൽ ഇപ്പൊ റീനയ്ക്കാണെങ്കിലും റീനയ്ക്ക് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം, ഇല്ലെങ്കിൽ സഹിച്ചോണം. ഞങ്ങൾ പറയുന്നത് എന്ത് കേട്ട് സഹിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ റീന? അതിന്റെ ആവശ്യം ഇല്ല. പക്ഷെ എനിക്കിപ്പോ ആദ്യം പറയേണ്ടത് ഇപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റി അതിലേക്കാണ് ഞാൻ വന്നിട്ട്, അത് എന്റെ സബ്ജക്റ്റ് ഇപ്പൊ ഞാൻ ഒരു ഇതായതാ. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ആണായാലും പെണ്ണായാലും അവർക്ക് രണ്ടുപേർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു നിയമം ആദ്യമേ കൊണ്ടുവരിക. ഇപ്പം ഞാൻ കണ്ടുവരുന്നതും കേട്ടിട്ടുള്ളത് എപ്പോഴും ലേഡീസ് അയ്യോ അവർ പാവമാണ്, അയ്യോ അവർക്ക് എപ്പോഴും പിന്തുണ വേണം. പക്ഷെ അങ്ങനെയല്ല, രണ്ടുപേർക്കും ആണായാലും പെണ്ണായാലും സമത്വം വേണം. അതുപോലെ അവർക്ക് കിട്ടേണ്ട ആ ഒരു മാനസിക സപ്പോർട്ടിന് കോടതിയുടെ ഭാഗത്ത് നിന്നായാലും അതിനൊരു ലോ വരേണ്ടത് അത്യാവശ്യമാണ്. മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ആണുങ്ങളെയും ബാധിക്കാം, ലേഡീസിനെയും ബാധിക്കാം. അപ്പോൾ ഈക്വൽ ആയിരിക്കുക. ഈ ഒരു കേസിൽ പറഞ്ഞത് ആ പെൺകുട്ടി ചെയ്ത രീതി ഒട്ടും ശരിയായിട്ടില്ല. കാരണം അവൾ ആ ഫോൺ വെച്ചിട്ട് അവള് അങ്ങനെ പീഡനത്തിനിരയായ ഒരു കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും അതിൽ പ്രതികരിച്ചേനെ. അപ്പൊ അവൾക്ക് ആ ഒരു ടൈമിൽ മാറി നിൽക്കാം. എന്നിട്ട് അതൊന്നുമല്ലാതെ അതിങ്ങനെ എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തതാണ് എന്നത് അതിൽ സ്പഷ്ടമാണ്. ഇനി ആ പുള്ളി ഒരിക്കലും ആ ഒരു സൂയിസൈഡിൽ ഇതിലോട്ട് പോകരുതായിരുന്നു. കാരണം
മാറി നിന്നുകൊണ്ട് ഓക്കെ, അത് നമ്മൾ ജീവിതത്തെ ഏത് സിറ്റുവേഷൻ ആകട്ടെ അത് നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ആ ഒരു വിജയം വരുന്നത്. അപ്പോൾ പുള്ളി അതിൽ മാറി എന്തുകൊണ്ട് അത് ചെയ്തു എന്നതൊരു തികച്ചും അത്ര എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും വികസിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ലോ ഉണ്ട്, അതിന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ വന്ന ഒരു കാര്യം ഞാനിപ്പോൾ എടുത്തു പറയുന്നത്, പുള്ളി വിചാരിച്ചിട്ടുണ്ടാവാം എന്തൊക്കെയാണോ ലേഡീസ് ചെയ്യുന്നത് എപ്പോഴും ലേഡീസിന്റെ ഭാഗത്ത് മാത്രമാണ് ശരി എന്ന് കോടതി പോലും ചിന്തിക്കുന്നുണ്ടാവാം. അതുകൊണ്ടുള്ള ആ ഒരു മാനസിക സംഘർഷം പുള്ളിക്കാരനെ ഇതിലേക്ക് നയിച്ചിരിക്കാം. ഇതാണ് അതിലുള്ള സത്യാവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച് രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു അതായത് ക്വാളിറ്റി വരേണ്ടത് അത്യാവശ്യമാണ്. അതായത് എനിക്കൊന്ന് റീന മാമാണോ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. അതായത് ബസ്സിലും ഈ പറയുന്ന പോലെ സ്ത്രീക്ക് സംവരണത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ സംവരണം കൊടുക്കുകയാണെങ്കിൽ പുരുഷനും സംവരണം കൊടുക്കുക. അതെ, അത് ഈക്വാലിറ്റി. കാരണം ഞങ്ങളിപ്പോ UK ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും സെയിം ആയിരിക്കുന്നത്. ഇപ്പൊ ട്രെയിനിലാകട്ടെ ബസ്സിലാകട്ടെ ഞങ്ങളിപ്പോ ആണാണോ ഡസന്റ് മാറ്റർ. അപ്പൊ അവിടെ ഒരു ഇക്വാലിറ്റി ആണ്. അപ്പൊ അവിടെ അവർക്കറിയാം എന്താണ് അവർ ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ഇപ്പൊ എല്ലാ ട്രെയിനിലും ഉണ്ടാക്കും. ഇപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ അത് ക്രിമിനൽ ഒഫൻസ് ആണ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെയുള്ള ചില സംഭവങ്ങൾ ബസ്സിലാകട്ടെ ട്രെയിനിലാകട്ടെ അപ്പൊ അത് അനൗൺസ്മെന്റിൽ കൂടിയോ അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ രീതിയിൽ അത് അവരെ ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം പോസ്റ്ററുകളായിട്ടോ എന്തെങ്കിലും ആണെങ്കിൽ ആൾക്കാരെ ഒന്നും കൂടെ ഉത്ബോധിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എനിക്ക് അവിടുത്തെ ഒരു ലോയും കൂടി മനസ്സിലായത് കൊണ്ടാവാം ഞാൻ ആ രീതിയിൽ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, UK ഞരമ്പന്മാരുണ്ടോ? ഉണ്ട്, ബട്ട് ഒരിക്കലും ട്രെയിനിൽ അത് നടക്കില്ല. അവിടുത്തെ പണിഷ്മെന്റ് എത്ര? അത് നന്നായിട്ട് ആ പണിഷ്മെന്റ് അത് ഇത് ചെയ്യും. കാരണം അത് അവർ എഴുതിയിട്ടുണ്ട് ഓരോ ട്രെയിനിലും. അതായത് അവർ ഓരോന്നിനും ഈ ഇടയ്ക്ക് ഞാൻ കേട്ടതാണ് ക്യാറ്റ് വാക്ക് അതിൻ്റെയൊക്കെ മീനിങ് അവർ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് ഓരോ ഇത് ഡിസ്ക്രിപ്ഷൻ. ക്യാറ്റ് വാക്കാണ് ഞാനത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടായിരുന്നു, ഇതിങ്ങനെ എഴുതിയിട്ടുണ്ട്, ക്യാറ്റ് ആണെന്നുള്ള ഉറപ്പ്. അപ്പൊ അതില് എഴുതിയിട്ട് അതുപോലെ നമ്മളിപ്പം ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഷോർട്ട് ഡ്രസ്സാണ്. അപ്പൊ ആർക്കും ഈ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. അപ്സ്കേർട്ടിങ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ്ലി ഭയങ്കര ഇതിലുള്ള ക്രിമിനൽ ഒഫൻസ് ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് അറിയാം. ഈ തൊട്ടി ഒരുമി നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ അവര് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഡസന്റ് മാറ്റർ. അപ്പൊ അവർക്കത് ഇപ്പൊ ഒരാളുടെ വില്ലിങ് ഇല്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിക്കുകയോ ഇനി സെക്ഷുവൽ ആയിട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് അവിടെ. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഈ രണ്ടു കൂട്ടരും ഇപ്പോ ആദ്യകാലങ്ങളിൽ ഈ പുരുഷന്മാരാണല്ലോ കൂടുതലും. ഇപ്പൊ ബസ്സിലൊക്കെ ഇപ്പൊ ഞാനും ഒക്കെ കോളേജ് പഠിക്കുന്ന സ്ഥലത്ത് കുറെ ഞരമ്പന്മാർക്കിട്ട് പണി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. കാരണം ഈ മുട്ടി ഉരുമല്, പെട്ടെന്ന് കയറി പോകുമ്പോൾ കൈ കയറി പിടിക്കല്, കൈ കയറി ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം, വേറെ പലയിടത്ത് കയറി തോണ്ടുക, പിടിക്കുക. നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് വന്നിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അങ്ങനെ ചെയ്തു എന്ത് ചെയ്യുന്നതാണ് ആ പ്രായം എന്ന് പറഞ്ഞിട്ട് 18-19 വയസ്സാണ്. എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ബസ്സിലൊക്കെ ആദ്യമായിട്ട് പോകുന്ന ടൈം ആയിരിക്കും കോളേജിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കാലം മാറി, നിയമങ്ങൾ കുറച്ചൊക്കെ മാറി. പക്ഷെ ഇന്ത്യയിലെ നിയമങ്ങൾ അധികം മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെതാണ് ഒരു പേടിയില്ലാതെ അത് അന്നും ഇന്നും തുടരുത്. ജെൻസി പിള്ളേർക്ക് ആ പരിപാടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേറെ ജെൻസി പിള്ളേർ ചെയ്യുന്നതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മരിച്ച വ്യക്തിക്ക് കുറച്ച് പ്രായമുണ്ട്, ഈ ചെയ്തവൾക്ക് അത്രയും പ്രായമുണ്ടെന്ന് എനിക്കറിയത്തില്ല, അവള് ജെൻസി ആണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ മുട്ടി ഉരുമ്പി നിന്നുകൊണ്ട് അവള് സ്മൈലിംഗ് ആയിട്ടുള്ള റീൽ എടുത്ത് ഇട്ട് കൊടുക്കുക. അതായത് പണ്ട് നമ്മൾ അറപ്പോടും വെറുപ്പോടും കൊണ്ടിരുന്നൊരു ഇൻസിഡന്റ്, അതൊരു വീട്ടിൽ പോലും പറയാൻ, അതായത് ബസ്സിൽ വെച്ച് നമുക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അത് വീട്ടിൽ പോലും പറയാൻ മേടിച്ചിരുന്ന കാലത്ത് നിന്നും മാറി സ്വന്തമായിട്ട് അത് ക്യാമറയിൽ പകർത്തി റീലാക്കി വിൽക്കാനൊരു മൈൻഡ് സെറ്റ് ഇവള് കാണിക്കുന്നു എന്നുള്ളത്, ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുന്നു എന്നുള്ളത് ഭയങ്കരമായി പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതെ, അത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിലൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ശരിയോട്. അപ്പൊ ഇപ്പോ എനിക്ക് തോന്നുന്ന ആണുങ്ങളെക്കാളും ലേഡീസ് ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്, അവർ ഒരുപാട് മുന്നോട്ട് വന്നു. അതായത് പുരുഷന്മാരോടൊപ്പം തന്നെ അവരും എഡ്യൂക്കേറ്റഡ് ആണ്, അവരും ഹൈലി സാലറി എടുത്ത് സമൂഹത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ടും അവർക്ക് ഓവർ കോൺഫിഡൻസ് അവരെ റൂൾ ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ലേഡീസ്. ഞാൻ ഒരുപാട് ലേഡീസിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാൾ ഏറെ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ലൈഫ് കൊണ്ടുപോവുകയും അതുപോലെ പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവരുടെ
അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവരെങ്ങനെയായിരിക്കാം ഇവരുടെ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെയോ ഇവരെങ്ങനെയായിരിക്കും അവരെ. അപ്പൊ അത്രയും ആ ഒരു കാലം മാറിപ്പോയി. ഇപ്പം ശാരിക പറഞ്ഞ ആ ഒരു കാലത്തല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കാലം മാറിയപ്പോൾ നമ്മുടെ നിയമങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പൊ ലേഡീസ് ആണെങ്കിലും അവർക്കും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നും ഇപ്പൊ ഈ ലേഡി കാണിച്ചു. അതുപോലെ പലരും ഇനിയും കാണിച്ചേക്കാം. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പലരും കാണിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു കേരള സമൂഹത്തിന് ഭയങ്കര ഒരു പ്രതികരണ ശേഷി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, എന്തായാലും ശരിക്കും നമ്മുടെ സമൂഹം ഒരു വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു പേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നില്ലേ റീനയ്ക്ക്? അതെ, ഓഫ് കോഴ്സ്. ഒരുപാട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരുപാട് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ നിന്ന് സോറി ശാരിക, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ സിസ്റ്റം കുറച്ചും കൂടി മാറാനുണ്ട്. എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ ഈക്വൽ ആയിട്ട് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് ജീവിച്ചുകൂടാ. ഇപ്പൊ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ പുറത്തു പോയി ഒരു കോഫി കഴിക്കുകയോ അല്ലെങ്കിൽ അവരൊരു തിയേറ്ററിൽ പോയി ഫിലിം കാണുന്നതോ അതൊരു കുറ്റം. കുറച്ചുകൂടി നമ്മൾ അവർക്കൊരു ഫ്രീഡം കൊടുക്കുക. അപ്പൊ അവർ എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, അത് സമൂഹത്തെ ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളിടത്തോളം എന്താണ്, സദാചാരവാദികൾ അവരെ നോക്കുന്നു, അവര് അതിന്റെ ഒരു ആവശ്യം ഇല്ല. കാരണം അവർ എൻജോയ്, അപ്പൊ അവർക്ക് ആ ഫ്രീഡം അവരൊന്നും കൂടി, അപ്പൊ ഈ തൊട്ടലും പിടിക്കലും ഒന്നും വരില്ല. ഇതിപ്പോ നമുക്കൊന്നും കിട്ടാതിരിക്കുന്ന ഇങ്ങനെ സമൂഹം ഒരുപാട് ഇങ്ങനെ കർശനമായിട്ട് പിടിക്കുമ്പോൾ സ്ട്രിക്റ്റ് ആവുമ്പോൾ അവർക്ക് തോന്നും ഓക്കെ അപ്പൊ നമുക്ക് പാത്തും പതുങ്ങിയും പോവാം. അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. സമൂഹം ഒന്നും കൂടി ഓപ്പൺ ആകട്ടെ. അവരൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ച് എന്താ കുഴപ്പം? അല്ലെങ്കിൽ അവർ കുറച്ച് ഒരു മൂവിക്ക് പോയി, ഇറ്റ്സ് ഫൈൻ. അപ്പൊ അത് കുറച്ചും കൂടി സമൂഹം ഒന്നും കൂടി മനസ്സിലാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് മാറും എന്നതാണ് എൻ്റെ ഒരു. താങ്കളൊരു സിംഗിൾ ലേഡിയാണ്, ഞാനും ഒരു സിംഗിൾ മദറാണ്. അപ്പം ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ കണ്ടിരിക്കുന്നതും എനിക്ക് എക്സ്പീരിയൻസ് ആയിരിക്കുന്നു, സിംഗിൾ മദേഴ്സ് ഓർ സിംഗിൾ ലേഡീസ് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആയാലും സെപ്പറേറ്റ് താമസിക്കുന്നവരായാലും മക്കളെ ഒറ്റയ്ക്ക് വളർന്ന അമ്മമാരായാലും അവർ ആ ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാനായാലും അല്ലെങ്കിൽ ഇപ്പം മണി മേക്കിങ്ങിനായാലും അല്ലെങ്കിൽ ഒരു മോൾക്കോ മോനോ ഒരു സാധനം വാങ്ങി ഒരാളോടും ഒരു പെർമിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതവരെ കുറെ കൂടെ ഹാപ്പി ആക്കുന്നു അല്ലെങ്കിൽ ലിബറൽ ആക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ സിംഗിൾ ലേഡിയാണ്, ഇപ്പം എൻജോയ് ചെയ്യുന്നു, നല്ലൊരു ജോബുണ്ട് UK-ൽ, ഈ പറയുന്ന പോലെ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒരുപാട് വൈറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം വൈറൽ കണ്ടന്റിന്റെ കാലമാണ് ഇന്ന്. അത് നല്ലതോ മോശമോ എന്നുള്ളത് അവരവരുടെ കണ്ണിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റഡ് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും മാരേജിൽ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പറ്റുമായിരുന്നോ? ഇല്ല, ഒരിക്കലും പറ്റില്ലായിരുന്നു. ഒരിക്കലും പറ്റില്ലായിരുന്നു. അപ്പൊ എന്താണ് മാരേജിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അല്ല, മാരേജ് എൻ്റെ കൺസെപ്റ്റിലെ മാരേജ് എന്ന് പറയുന്ന ഓക്കെ, നമുക്ക് മാരേജ് എന്ന് പറയുന്നത് ഒരു തളച്ചിടലോ അല്ലെങ്കിൽ ഒരാളിനെ നമ്മൾ അടിമയായിട്ട് നിൽക്കുന്നതോ അല്ല. പരസ്പരം റെസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ചെയ്തുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആ സ്നേഹത്തിൽ കൂടി വരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ഒരു ഫ്രീഡം, ആ ഒരു സ്പേസ്. അപ്പോൾ സ്നേഹത്തിൽ നിന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലും ട്രസ്റ്റിലും ആ സ്പേസ് ഓട്ടോമാറ്റിക്കലി വരും. ആ സ്പേസ് അവിടെ ഇല്ലെങ്കിൽ അതിലൊരു ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം എൻ്റെ ഇപ്പൊ UK-യിലുള്ള ഒരുപാട് ആൾക്കാർ ഡിവോഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ 99%. കാരണം അവരിൽ 1 or 2% എങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നവരുള്ളൂ. അപ്പൊ അവരുടെ കൺസെപ്റ്റിലും ഇതൊക്കെ തന്നെയാണ്. ഈ ഇന്നത്തെ കാലത്ത് കുട്ടികൾ കല്യാണം കഴിക്കേണ്ട, അതായത് ഏതാണ്ട് 60% സ്ത്രീകൾ പ്രത്യേകിച്ച് കേരളത്തിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അതായത് കല്യാണം കഴിക്കുന്നത് കൊണ്ട് റെസ്പോൺസിബിലിറ്റി, ഇപ്പം റീന പറഞ്ഞല്ലോ, യുവമാർക്കാർക്കും ജോലി ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ ഈ സിംഗിൾ മദറിനെ കുറിച്ച് പറയുകയും സിംഗിൾ മദർഷിപ്പിനെ കുറിച്ച് പറയുകയും കല്യാണം ഒരു പ്രശ്നമാണ്, അതായത് ഫ്രീഡത്തിനും അതോടൊപ്പമുള്ള നമ്മുടെ യഥാർത്ഥ റിയൽ സത്വത്തിനും, അതായത് ഒരു സ്ത്രീ വേറൊരാളായി മാറുകയാണ് കല്യാണത്തിലൂടെ. അതെനിക്ക് തോന്നുന്നു UK-യിൽ ഇങ്ങനെയൊക്കെയാണോ അതോ നമ്മുടെ കേരളത്തിൽ മാത്രമേ? അതായത് ഇപ്പം ഞാൻ വിവാഹം കഴിക്കുന്നു, ഞാൻ അതുവരെ എൻ്റെ വീട്ടിലെ രാജകുമാരിയും പ്രിൻസസും ക്യൂനും ഒക്കെ ആയിരിക്കും. എല്ലാത്തിനും എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. മറിച്ച് ഞാനൊരു പുരുഷനെ വെദർ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഓർ ലവ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അഭിപ്രായം ലാസ്റ്റാണ് പിന്നെ ചോദിക്കപ്പെടുന്നത്. അവരുടെ അച്ഛനോടും അമ്മയോടും അവരും തീരുമാനിച്ച ശേഷം നമ്മളോട് വന്ന് ചോദിക്കും. പിന്നെ പലതിനും ഇപ്പൊ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് പെർമിഷൻ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പോഴും പല ഭർത്താക്കന്മാരും കഴിഞ്ഞ ദിവസം വരെ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും പോകണമെങ്കിൽ
പൊയ്ക്കോ, ഫ്രീഡം തന്നിട്ടുണ്ട്, പക്ഷെ എന്നോടൊന്നും പറയണം. ഫോർ വാട്ട് പർപ്പസ്? എന്തിനാണ് പറയുന്നത്? ഇപ്പൊ അവർ നമ്മളോട് പറഞ്ഞിട്ടല്ല പോകുന്നത്. വീട്ടിലിരിക്കുന്നു, നമ്മൾ ചിലപ്പോൾ അടുക്കള നിൽക്കുമ്പോൾ ഇവർ പുറത്തിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആളെ കാണത്തില്ല. എവിടെയെങ്കിലും നമ്മൾ വിളിക്കുമ്പോഴായിരിക്കും റെഡി, ഞാൻ കവലയിലുണ്ട്, ജംഗ്ഷനിലുണ്ട്. നമ്മൾ ഒരു സ്ത്രീ അങ്ങനെ ഇറങ്ങിപ്പോവോ? ഇപ്പൊ ഞാനും പുള്ളിക്കാരൻ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ വീട്ടിലിരുന്ന് ഗാർഡൻ നനയ്ക്കുവാന്ന് വെക്കുക, ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഡ്രസ്സ് വിട്ടുകൊണ്ട് പുറത്തോട്ട് പോയി, പുള്ളിക്കാരൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഇന്ത്യക്കാരെയാണ് പറയുന്നത്. പെട്ടെന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ബേക്കറിൽ നിന്ന് ചായ കുടി, എന്റെ കൂട്ടുകാരി ഒന്ന് വിളിച്ചു. എന്തുകൊണ്ട് അത് സ്ത്രീകൾക്ക് പറ്റുന്നില്ല ഇപ്പോൾ? ഹസ്ബൻഡ് ഇല്ലാത്താണെങ്കിൽ ഒരു വിഷയമില്ല, അവരിറങ്ങിപ്പോവും, വിളിച്ചാൽ ഉടനെ തന്നെ അവര് ഞങ്ങൾ അതേ വരുന്നതാണെന്ന് പറയും. ഹസ്ബൻഡ് ഉള്ളപ്പോൾ അത് പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വെറും ഒരു പൊള്ളയായ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഇനിയുള്ള സമൂഹത്തിനുണ്ടോ ഈ മാരേജിന്? അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം മാരേജ് എന്ന കൺസെപ്റ്റേ എടുത്ത് കളയണം എന്നാണ്. ലിവിങ് ടുഗദർ അല്ലേ നല്ലത്? അതെ. അപ്പൊ ഈ മാരേജ് എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ അവർക്ക് തോന്നുന്നത്, നമ്മൾ കല്യാണം കഴിച്ചവരാണ്, ഓക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പൊ ഈ കല്യാണം എന്നുള്ളത് ഇവരുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റ്, ഓക്കെ നമ്മളിപ്പം കല്യാണം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ മാരേജ് എന്ന കൺസെപ്റ്റ് ഇല്ലാതിരുന്നാൽ, ഇപ്പൊ രണ്ട് വ്യക്തികൾ തങ്ങളിൽ ഒന്നിച്ച് താമസിക്കുന്നു, അവർ ഒരുപാട് മനസ്സിലാക്കിയതിന് ശേഷം ഇൻ കേസ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവരൊരു വൈവാഹിക ബന്ധത്തിലേക്ക് പോകട്ടെ. ഇതായി നല്ല ബ്രിട്ടനിൽ ചെയ്യുന്ന. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് അവർ പറയും, 4-5 years we living together, Reena, so it's fine, okay, one day we will. എന്നിട്ട് അവിടെ ചെയ്യുന്നത്, വൺ ഡേ ആ പയ്യൻ ഒരിക്കൽ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ആ കുട്ടിയെ. ചിലപ്പോൾ ബീച്ചിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ അവരെവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കാം. ആ ഒരു മുഹൂർത്തം അവർ ഭയങ്കരമായിട്ട് അവരത് ആഘോഷിക്കും. ഒരു റിങ് കയ്യിലിട്ട് കൊടുത്തിട്ടാണ് ആ പയ്യൻ ആ കൊച്ചിനെ ഇപ്പം ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യമേ കയറി ഒന്നും അറിഞ്ഞുകൂടാത്ത 2 എണ്ണം കയറി കെട്ടിയിട്ട് ടക്കാൻ എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. ഞാൻ ആകാശിനോട് എപ്പോഴും, എടാ ഈ ആണും പെണ്ണും തങ്ങളിൽ കെട്ടുന്ന എൻ്റെ അടുത്ത് പറയരുത്, ഈ 2 എണ്ണവും ശരിയല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ അറിയുന്ന ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു 90% അവർ ഹാപ്പി അല്ല. 5 കൊടുക്കാം 100%. ഇവരെന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മീഡിയയിലുള്ള ലേഡീസിന് ഒളിച്ചിരുന്നുകൊണ്ട് മെസ്സേജുകൾ അയക്കും. ഞാൻ ഒരുപാട് മെസ്സേജ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ പറയടേ, കണ്ണുകളെല്ലാം തള്ളി വരുന്നുണ്ടല്ലോ. അപ്പോൾ പറയടേ, ഈ ചേച്ചി ഇതെല്ലാം കെട്ടിയതാണ് കേട്ടാ, എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കണേ, ഞാൻ നിനക്ക് എന്തൊക്കെ വാങ്ങിച്ചു തരാം, നിന്നെ ഞാൻ പൂമത്തേലിട്ട. എടേ, സ്വന്തം ഭാര്യയ്ക്ക് ഇതൊന്നും പറയണില്ല. സ്വന്തം ഭാര്യയെ കുറിച്ച് പറ, അവൾ അതിന് കൊള്ളൂല, ഇതിന് കൊള്ളൂല, അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം. പക്ഷെ എന്തിനീ ഒളിച്ചു പോകണം? അപ്പൊ ഈ മാരേജ് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഇവര് വേറൊരാളിൽ, സ്വന്തം ഭാര്യയിൽ ഇല്ലാത്തൊരു കാര്യം വേറൊരാളുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനും ആ ഫ്രീഡം എന്നും നിലനിൽക്കണമെങ്കിലും കല്യാണം എന്നുള്ള ഒന്നില്ലാതിരുന്നാ പോരെ എന്നാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും നല്ലൊരു എന്റെ അഭിപ്രായം തന്നെ കേട്ടോ. കല്യാണത്തോട് ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. കാരണം ഈ ഒരു താലി കെട്ടിയോ, അതുകൊണ്ട് ഞാനിങ്ങനെ ഹൂ എന്ന് പറഞ്ഞ് നടക്കണം. ഓക്കെ, അതൊക്കെ പണ്ടായിരുന്നു. ആ പെൺകുട്ടികൾ കാല് വെച്ച് നൃത്തം, മറ്റേ വട്ടം വരയ്ക്കുക, ഇതൊന്നും ഇപ്പൊ നടക്കില്ല. ഞാനത് ചോദിക്കാൻ കാര്യം, താങ്കളുടെ ഒരു മാരേജ് ലൈഫിനെ കുറിച്ച് താങ്കൾ പറഞ്ഞിട്ടുണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്തും. അതിനുശേഷം അത് അൺഎക്സ്പെക്ടഡ്ലി, അൺഫോർച്ചുനേറ്റ്ലി അത് ഡിവോഴ്സ് ആയതും സ്റ്റിൽ യു ആർ അതിൽ ചിലപ്പോഴൊക്കെ ഓർത്ത് വിഷമിക്കാറുണ്ട്. അതൊരു നല്ലൊരു മാരേജ് ലൈഫ് ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാരേജ്. അത് എന്തൊക്കെയോ കാരണങ്ങളോട് അത് പോയി. ദെൻ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് മാരേജ് ഉണ്ടാവുന്നു. ദെൻ അതും ഭയങ്കരമായിട്ട് നിങ്ങളെ ഒന്ന് എന്തൊക്കെയോ ആൾക്ക് എങ്കിലും അവിടെ ഒരു നിങ്ങളൊരു ക്വാളിറ്റി ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കൂട്ടരെ നിങ്ങൾ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ റീനയോട് ചോദിക്കണമെന്നും റീനയെ ചൊറിയുന്ന ചോദ്യങ്ങൾ ചോദിക്കണം ഞാൻ വിചാരിക്കുന്നത്, ബിക്കോസ് യു ഹാവ് ആൻ ഹാർട്ട്, അത്രയും ഒരു മനോഹരമായ ഹൃദയം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് അവരെ 2 പേർക്കും അവർക്ക് കുറച്ച് നന്മകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പറ്റുമായിരുന്നില്ല, അത്രയും വിഷമങ്ങൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു അവരിൽ നിന്ന്. സോ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ പുറത്തോട്ട് വന്നു. ഇപ്പോഴുള്ള ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട്, അപ്പാർട്ട് ഫ്രം യുവർ ജോബ്, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് റീന മാറാൻ കാരണം നിങ്ങളുടെ ആ ഒരു ഫ്രീഡമാണ് നിങ്ങളെ ആക്കിയത്. എനിക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സ്പോർട്സിൽ ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഒരു കോപ്രായം കാണിക്കാൻ താല്പര്യമാണ്. അത് ജനങ്ങളെ അത് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ എന്തിനടേ എന്ന് നിങ്ങൾ ചോദിക്കില്ലേ, അത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് താങ്കൾ അത് ചോദിക്കുന്നത്. എങ്ങനെ അത് 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 ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ വൈറലാണ് ഇന്ന്. ഇപ്പം കൊളാബിന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇനാഗുറേഷൻ വിളിക്കുന്നു, അവർക്കാർക്ക് സട്ടിലായിട്ട് സംസാരിക്കുന്ന സിനിമ നടിയെ വേണ്ട, പറഞ്ഞു 2 കോമാളിത്തരങ്ങള് ജനങ്ങളുടെ മുമ്പിൽ. അത് ചിലപ്പോ നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതാണ് റീച്ച്. മറ്റത് 10 ലക്ഷം അടിക്കുമ്പോൾ നിങ്ങൾക്ക് അടിക്കുന്ന 1 കോടി ആയിരിക്കും. അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഞാൻ ചിന്തിക്കുന്നത്,
നല്ല കോൺസെപ്റ്റും ജീവിതത്തെക്കുറിച്ച് ഒരു പെർസ്പെക്റ്റീവ് ഉള്ള വ്യക്തിയാണ് റീന ജോൺ എന്ന് പറഞ്ഞ വ്യക്തി. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് റീനയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. നമ്മുടെ അതിജീവിതയുടെ ഒരു കാര്യം, പേരൊന്നും പറയുന്നില്ല, നമ്മൾ അതിജീവിത കേസ് അറിയാലോ. അതിൽ അതിജീവിതയുടെ ഒരു കേസിൽ കുറ്റവാളി എന്ന് ജനങ്ങൾ മുഴുവൻ കരുതി അതിപ്രശസ്തനായിട്ടൊരു സിനിമാ നടൻ കുറ്റവിമുക്തനാക്കപ്പെട്ടു. അദ്ദേഹം നമുക്ക് ഇന്ന് കുറ്റവാളി എന്ന് പറയാൻ പറ്റത്തില്ല. ആ നടനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ റീനയുടെ ഒരു അഭിപ്രായം റീന പറഞ്ഞു. അപ്പൊ അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? അതായത് റീന പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ജനങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരെ ശിക്ഷിച്ചാൽ പോരെ, നിങ്ങൾ ഒരാൾ തന്നെ ശിക്ഷിക്കണമെന്ന് എന്താണ് നിങ്ങൾക്ക് നിർബന്ധം? അതായത് അതെന്താണെന്ന് പറഞ്ഞാല് ശാരിക, എനിക്ക് ഇപ്പം ഞാൻ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബി ഓണസ്റ്റ്, ഞാൻ അതിന് വിറ്റ്നസ് ഒന്നുമല്ല. ഞാൻ പുറത്തു നിന്നുള്ള ഒരു കാഴ്ചക്കാരിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഈ ജനങ്ങൾ ഇത്രയും പേര് അതിശക്തമായിട്ട്, ഇൻക്ലൂഡിങ് ലേഡീസും എല്ലാവരും അങ്ങനെ ചെയ്തേ പറ്റൂ എന്നെന്തുകൊണ്ട് പറയണം? പക്ഷെ എന്തുകൊണ്ട് അല്ല, എനിക്കറിയാം അതിജീവിതയുടെ ആ പോയിന്റിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇൻ കേസ് ഇഫ് ഞാനാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ കഠിനമാണ്, അത് അൺബെയറബിൾ ആണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ പെയിനോട് കൂടി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് ആൾക്കാരുടെ ആ ഒരു മനോഭാവം അങ്ങ് വല്ലാതെ ആ മനുഷ്യനെ അങ്ങ് അപ്പം വേറൊരാളിങ്ങനെ, ഇപ്പം ഞങ്ങളൊക്കെ പുറത്ത് നിന്ന് ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഈ അതിജീവിതയേക്കാൾ ഒക്കെ ഏറെ ആൾക്കാർക്ക് ആവശ്യം അയാളുടെ ജീവിതം നശിപ്പിക്കുക എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മളെ എല്ലാവരെയും ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചത് കൊണ്ടാണ്. അല്ലാതെ ആരെയും പക്ഷം പിടിക്കാനോ, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ആ വേദനയിൽ ഞാനും ചേരുന്നുണ്ട്. ബട്ട് ബി ഓണസ്റ്റ് വിത്ത്, നമുക്ക് എന്താണ് അവിടെ റിയൽ ആയിട്ട് നടന്ന ഫാക്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഈ ആൾക്കാർ ഒരേ തരത്തിൽ സംസാരിക്കുന്നു, ആ ആളെ നമുക്ക് ഇത് ചെയ്യണം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ സംസാരിച്ചതാണ്. ഓക്കെ. അപ്പൊ എനിക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത്, ഇപ്പം റീന ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇഷ്ടമാണ്, കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഇഷ്ടമാണ്. നമ്മൾ അതായത് ഞാനത് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് അത് എൻജോയ്മെന്റിന് വേണ്ടി മാത്രമാണ്? അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് വന്നപ്പോ റീന എന്താണ് ആദ്യം ചെയ്തല്ലോ, ഒരു സാധനം വൈറലായി. അപ്പം ഒരു കാര്യം പറഞ്ഞു, ഈ ഹ്യൂമിലിയേഷൻ ആണ് എന്താ പറയുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. അപമാനമാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള അത് കുറവോ കുറ്റവോ അത് മറ്റുള്ളവർക്കാണ്, പക്ഷെ അത് കൊണ്ട് വൈറലായ ഒരു വ്യക്തിയാണ്. ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് കളിച്ചല്ല വൈറലായത്. എന്നാൽ മറ്റേ സുംബയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, നിങ്ങളുടേതായ മാത്രം രീതിയിലുള്ള ഒരു സ്പെഷ്യൽ സാധനം. ആ സാധനത്തിന് പേര് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ആ ഒരു സാധനം ഇട്ടാണ് അത് എക്സ്പ്രഷൻ ആയാലും അല്ലെങ്കിൽ ഡാൻസ് ആയാലും പാട്ടായാലും റീനയുടേതായ ഒരു സിഗ്നേച്ചർ അതിനകത്തുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല നെഗറ്റീവ്സ് ആണ് വരുന്നത്. ഈ വൈറൽ എന്ന് പറയുമ്പോൾ 2 വൈറലുണ്ട്. ഇപ്പൊ സത്യത്തിൽ മോശം കാര്യങ്ങളെന്ന് ആൾക്കാരുടെ ചിന്താഗതിയാണ്. അപ്പൊ റീനയുടെ ഈ വൈറൽ ഡാൻസ് കാണുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോഴോ ആൾക്കാർ മോശം പറയും, നല്ല തെറി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഇവിടെ വരുമ്പോഴും തൊട്ട് മുമ്പും പറഞ്ഞു നല്ല തെറി പറയുന്നുണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ തുടരുമ്പോൾ റീനയ്ക്ക് അതൊരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നുന്നുണ്ടോ, അത് ഊർജ്ജമായിട്ടാണോ മാറി? എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും അപ്പുറമായിട്ട് ഞാൻ ലൈഫിൽ നിന്ന് സ്ട്രഗിൾ ചെയ്താ വന്നത്. പിന്നെയാണോ ഈ നിസ്സാരപ്പെട്ട ഈ ഓരോ ഈ ചുമ്മാ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് പറയുന്ന ഈ ഒരു മെസ്സേജുകൾ, അതൊന്നും എന്നെ അത് ബോധറേ ചെയ്യുന്നില്ല ശാരിക. പക്ഷേ അതിൽ എനിക്ക് ചില ഈ യങ് ഗേൾസ് ചിലരൊക്കെ ഇത്രയും ചെറിയൊരു മെസ്സേജ് അല്ല, ഒരു കമന്റ് കണ്ടു എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ എനിക്കറിയാം, ഒരു നല്ലൊരു പെൺകുട്ടി, ഒരു ഡാൻസുകാരി. അപ്പൊ ഞാൻ അറിയാമായിരുന്നെങ്കിൽ ആ കുട്ടിയെ ചിലപ്പോൾ എനിക്ക് ഉപദേശിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ബട്ട് ഇതൊന്നുമല്ല, അവരുടെ ഒരു കമന്റ് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, അത് അവരുടെ കാഴ്ചപ്പാടിലുള്ളതാണ്. പിന്നെ ശാരിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കമന്റ് ഇടുന്നവരിൽ ആർക്കും ശരിക്കുള്ള ഐഡിയ ഇല്ല, അവരുടെ ഫേസും ഇല്ല. ഞാൻ പറയുന്നു, നിങ്ങൾ ഫേസ് നേരിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയ, റീന ഇങ്ങനെയാണ്, നിനക്ക് ധൈര്യമുണ്ടോ പറയേ. അല്ലാതെ ഈ ഒളിച്ചിരുന്നിട്ട് ഓരോന്നിങ്ങനെ ഇടുന്നതിനോട് അപ്പൊ അവര് ഭീരുക്കളാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ ഭീരുക്കളുടെ ഈ ഒരു അഭിപ്രായം ഞാൻ എന്തിനു വിലക്കെടുക്കണം? അതായത് നമ്മുടെ നാട്ടിൽ ഇത്രയും വൾഗർ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് സോഷ്യൽ മീഡിയ ഇത്ര പ്രബലമായതിനു ശേഷമാണ്. അതായത് ഒരുപാട് ആൾക്കാർ അവരുടെ കഴിവുകൊണ്ട് ഇപ്പൊ അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ ബാബുസാവിയെ? എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ അത്രയും ഇഷ്ടമുള്ള ആൾക്കാരോട് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വൾഗർ സമൂഹം എല്ലാവരും അല്ല, മലയാളികളിൽ എനിക്കൊന്ന് 70% ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളെ ഇഷ്ടമായിരിക്കും. ബട്ട് ബാക്കി 30 ഇവർക്ക് മേലെ കിടന്ന് കളിക്കുക. അവരോട് എന്താണ് എനിക്ക് പറയാനുള്ളത്?
ഞാൻ പറയും അതുകൊണ്ട് അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നാഗസൈരന്ധ്രി അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ പോലെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്നുണ്ടോ? അവരെ പോലെ ജീവിതം ജീവിച്ച് കാണിക്കുക, എന്നിട്ട് സംസാരിക്കുക. അല്ലാതെ ചുമ്മാ വന്നിരുന്നോണ്ട് ആർക്കും സംസാരിക്കുക. ഇപ്പം ശാരിക ഒരു കാര്യം ചെയ്യുന്നു, അതിൽ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നു. എന്നാൽ ശാരികയെ പോലെ പ്രസന്റ് ചെയ്യാനോ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്ത് ഒരാൾക്ക് ഒരു കാണിച്ചു കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ആൾക്കാരെ വിലയിരുത്തുക, ഇവർക്ക് ഈ ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പഠിച്ചതിന് ശേഷം കമന്റ് ഇടുക. അല്ല ചുമ്മാ വന്നിട്ട് എന്തെങ്കിലും കാണുക, ഇത് ഇങ്ങനെയാണ് കേട്ടോ ടാ. ഈ ബാഡ് കമന്റുകൾ പറയുന്നവർ അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഒരു ജോലിയും ചെയ്യുന്നില്ല, വെറുതെ ഇതിരുന്ന് ഇങ്ങനെ അവരുടെ മനസ്സിൽ സൈക്കോ ഇങ്ങനെ വരും. ഓരോ വീഡിയോ കാണുമ്പോൾ അവരുടെ ആ മൈൻഡ് സെറ്റിൽ നിന്ന് ആ ടൈമിൽ ചിലപ്പോൾ പലരും, ഞാൻ ഈ ടിക്ടോക്ക് ലൈവിൽ വരുമ്പോൾ വെള്ളം അടിച്ചിരുന്നോണ്ട് റീന എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ പറയും നിങ്ങൾ എൻ്റെ ലൈവിൽ വന്നത് ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ നാക്കെന്ത് കുഴയണത്. അപ്പം അതിൽ ആ ഒരു ഇത് മാറും, അവരുടെ ടോൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവര് അതുപോലെയാണ്, അതവർ സംസാരിക്കുന്നു ഓൺ ദ സ്പോട്ട്. പക്ഷെ ഇത് ഇങ്ങനെ മൈൻഡിലിരിക്കുമ്പോഴേ വല്ലതോ കാര്യം ഇങ്ങനെ കിണ്ടിയായിട്ടിരിക്കുമ്പോൾ വന്നിരുന്നോണ്ട് ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പൊ അവരുടെ ആ മാനസിക നില സ്ഥിരതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയതല്ല. അപ്പം മാനസിക നില സ്ഥിരമാക്കിയതിന് ശേഷം കമന്റുകൾ അനലൈസ് ചെയ്ത് എഴുതുക. ഇതാണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാനിപ്പോ കണ്ടൊരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കുട്ടികളെ റേപ്പ് ചെയ്യുന്നവന്മാരുണ്ട്, കുട്ടികളെ റേപ്പ് ചെയ്യുന്നവന്മാര്, കൊന്നു കളയുന്നവന്മാര്. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, അതെ ഞാൻ കണ്ടു. റീന കമന്റ് ചെയ്തിട്ട് മുക്കത്തൊരു കുട്ടി 4ാം ക്ലാസ്സുകാരി, അച്ഛന്റെ കൂടി 22 വയസ്സേ ഉള്ളവന്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നിയൊരു വിഷമം, അതായത് താങ്കളൊരു ടീച്ചറാണ്, ഓഫ് കോഴ്സ് ടീച്ചർ അല്ലേ, കുട്ടികളെ ഒരുപാട് കണ്ടുള്ളവരാണ്. അപ്പോൾ ആ ടീച്ചർ എന്ന നിലയിലാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരോട് നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ പറയുന്നത്, ഈ പെൺകുട്ടി റീലെടുത്തു, അവള് അത് വൈറലാക്കി, ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്തു, ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. അതിന് ഭയങ്കര പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് ഒരുത്തനെ ഫോട്ടോ ഇട്ട്, റിപ്പോർട്ടർ ചാനൽ പോലെ ചാനലൊക്കെ, ന്യൂസ് ചാനൽ, ഒരുപാട് ന്യൂസ് ചാനലൊക്കെ അവൻ്റെ ഫോട്ടോ ഇട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടില്ല. നമ്മുടെ നാട്ടിലുള്ള പല ഈ യൂട്യൂബ് വ്ളോഗേഴ്സ്, അതായത് പ്രബുദ്ധ യൂട്യൂബ് വ്ളോഗേഴ്സിന്റെ കാര്യം ഞാനിപ്പോൾ, അതൊന്നും ഒരു വാർത്തയല്ലതായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ ദീപകിന്റെ മരണം പോലും ആൾക്കാർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ അയാൾ മരിച്ചതിലുള്ള അദമ്യമായ വേദന കൊണ്ടല്ല. അത് വെച്ചിട്ട് പ്രമുഖ യൂട്യൂബ് ചാനൽ പോലും അടുത്ത ഇതിലേക്ക് പോകുന്നത് എന്താ, അവള് നാട് കടന്നു, അവള് എവിടെ ഒളിച്ചിരിക്കുന്നു, അവള് നാട് കോഴിക്കോട് നിന്ന് തന്നെ പിടിച്ചു, അവളെ ഇന്നലെ 3 മണിക്ക് അറസ്റ്റ് ചെയ്തു. വേറെ ശബരിമലയുടെ കൊള്ള നടക്കുന്നുണ്ട്, നാട്ടിലെ വേറെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്, റേപ്പുകൾ നടക്കുന്നുണ്ട്, അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, റോഡ് പലയിടത്തും ഇടിഞ്ഞു വീഴുന്നുണ്ട്. ഇതൊന്നും വാർത്താ മാധ്യമങ്ങൾക്കോ യൂട്യൂബ് വ്ളോഗേഴ്സിനോ ഒന്നും വേണ്ട. എല്ലാരും കാണുമ്പോൾ എന്തോ കേരളീയർക്ക് ദീപക്കിനോട് എന്താ സ്നേഹം, ആ മനുഷ്യന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പൊ ഞാനും അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത്, ആരെങ്കിലും ഇതിനെതിരെ ഞാൻ പറയുന്നുണ്ട്, പ്രക്ഷോഭം നടത്തൂ, നമ്മൾ കൂടെ ചേരാം, മീഡിയ നമ്മൾ കൂടെ ചേരാം, ഒരു വിഷയവും ഇല്ല. അപ്പോഴൊരു കുട്ടി റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഇതിനെതിരെ ഒരാൾ പ്രതികരിക്കുന്നില്ല. അപ്പോഴും ഞാൻ പറയുന്നത്, ഈ റീന പറഞ്ഞ അതേ പേഴ്സ്പെക്റ്റീവ് ആണ് പറയാനുള്ളത്. സൈക്കോസ് ആണോ നമ്മുടെ മലയാളികൾ എല്ലാവരും? എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവരും അല്ല, ഈ പറയപ്പെടുന്ന 30% ഓഫ് ആൾക്കാർ അതെ സൈക്കോ ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, കാരണം ഞാൻ അവിടെ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ആണ്, ഒരുപാട് സേഫ് ഗാർഡിങ്, പക്ഷേ ആസ് എ ഡെപ്യൂട്ടി മാനേജർ ഐ ഹാവ് ടു, അല്ല ഇത് നമ്മൾ ഒരുപാട് ഈ സേഫ് ഗാർഡിങ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നത് ഭയങ്കര എസെൻഷ്യലാണ്. അവിടെ അങ്ങനെ നടക്കുന്നു UK-യിൽ, അതല്ലെങ്കിൽ പണി കിട്ടും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ കേരളത്തിൽ ഇപ്പം പെൺമക്കൾ ഉള്ളവരാകട്ടെ, നിങ്ങൾ 100% ആ പെൺകുട്ടികളെ ഫുൾ ടൈം നിങ്ങളുടെ ചിറകിനടിയിൽ തന്നെ നിർത്താൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഇത്തരം ഇപ്പം ശാരിക പറഞ്ഞ പോലെയുള്ള ഈ ഒരു ഇത് വരാതിരിക്കാനുള്ള ഓരോ പ്രിക്കോഷൻസ് ആണ്. കാരണം ഞാൻ സംസാരിക്കുന്ന ഈ പോളിസീസ്, അതായത് ഞാനത് പഠിച്ച് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ സെക്കൻഡ് തിങ്, നിങ്ങളുടെ കുട്ടി ആരുടെ കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് നിങ്ങൾ നിർത്തിയിട്ട് പോകുന്നത് എന്നുള്ളതിൽ അവർക്ക് തികഞ്ഞ നോളജ് ഉണ്ടായിരിക്കണം. അത് ഇല്ലാത്തിടത്തോളം ഇത്തരം ഒരുപാട്, അതുകൊണ്ടായിരിക്കാം ഈ റേപ്പ് ഒരുപാട് കൂടുന്നത്. മാതാപിതാക്കളുടെ കയ്യിൽ ഒരുപാട് അശ്രദ്ധയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്.
തീർച്ചയായിട്ടും. ആ ഒരു ഇതിലോട്ട് നയിക്കുന്നു. പിന്നെ അപ്പൊ ഇത്തരം ഈ സൈക്കോളായിട്ടുള്ള ആൾക്കാര് ഇത്തരം ആൾക്കാരെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലീസ്. അപ്പൊ അങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. ഈ കുഞ്ഞാരുടെ കൂടെയാണ്, ഈ കുഞ്ഞിന് ആരാണ് എന്ന് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് പാരൻസിന്റെ ഫുള്ളി റെസ്പോൺസിബിലിറ്റി ആണ് അതിൽ നിന്നുള്ളതെന്നുള്ളതിന് യാതൊരു ഡൗട്ടും വേണ്ട. ആ ഒരു ഇതിൽ ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പാരൻസിന് എങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അവർക്കൊരു ട്രെയിനിങ്ങോ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് അവർക്ക് ആ ട്രെയിനിങ് കൊടുത്ത് അവരെ മെന്റലി പ്രിപ്പയർ ചെയ്തതിന് ശേഷം അവരെ പാരന്റിങ്ങിലേക്ക് വിടുക. കാരണം എനിക്ക് തോന്നിയത് ശരിയാ, ഇത്തരം ഇത് നടക്കുന്നത് ചില പാരൻസ് അവർക്ക് കുട്ടികളെ നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് ജോലിക്ക് പോകണം, ജീവിത പ്രാരാബ്ദങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ അവരാരെങ്കിലും കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയെന്നിരിക്കാം. അപ്പൊ അതില് അവർ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ഇന്ന ആള് വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതിൽ അവർക്ക് തികഞ്ഞ ഒരു നോളജ് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുള്ളത്, വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു. യു ആർ സച്ച് എ ടീച്ചർ. ഓഫ് കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് നിലപാടുകളുള്ള, ആറ്റിറ്റ്യൂഡുകളുള്ള, കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെന്ന് തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടു. എനിക്ക് നിങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴും എനിക്കത് ബോധ്യം ഉണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞാനൊരു ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റന്റ് ആണ്. അപ്പോ ഇനി അടുത്ത സീസൺ വരാൻ പോവുകയാണ്, സീസൺ 8. അപ്പൊ അതില് വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ അവർ കൊണ്ടുവരുന്നത് പറയുന്നു. പക്ഷെ ഉറപ്പായിട്ടും എനിക്കൊന്ന് ചിലപ്പോൾ റീന ജോണൊക്കെ വിളി വന്നേക്കാം മേ ബി. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം ബിഗ് ബോസിനെ കുറിച്ചും? ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? അല്ല, ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഇനി അതിനകത്ത് പോകുമ്പോഴേ അറിയാവുള്ളൂ. ശാരിക എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞൊന്നും പുറത്തു പറയരുത്, കോൺട്രാക്ട് ഉള്ളതാ, മിണ്ടിപ്പോരുത്. മിണ്ടൂല. ഓക്കെ, അപ്പോ ഞാൻ കേട്ടിട്ടുള്ളത് അതിനകത്ത് പോകുന്നവരിൽ പലരും അയ്യോ മൂക്ക് ടിക്ഷായിട്ടാണ് വരയ്ക്കുന്നുണ്ട്. കാരണം ഓരോ ടാസ്ക് ചെയ്യുന്നത്, പിന്നെ ചിലരെല്ലാം ഈ ബുള്ളിങ് ഭയങ്കരമായിട്ട് അതിനകത്ത് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം തരണം ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് മൂവ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിൽക്കാം. എങ്കിലും നിന്ന് പോകാൻ ഇത്തിരി പാടാണ്. എങ്കിലും അതിനകത്തൊരു എക്സ്പീരിയൻസ് കിട്ടാൻ എനിക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അടുത്ത സീസണിൽ റീന ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പൂച്ചയെ കൂടെ കൊണ്ടുപോകണം. പ്ലാച്ചിക്ക് വരെ നമുക്ക് പൂച്ചയാവും. അപ്പൊ പൂച്ചയെ കൂടെ കൊണ്ടുപോകാൻ പറ്റട്ടെ. അപ്പൊ അടുത്ത പ്രാവശ്യം സീസണിലൊക്കെ കേറി വിജയ് ശ്രീലീല ഇറങ്ങി വന്ന് ഇതുപോലെ ഇന്റർവ്യൂ എനിക്ക് ഫ്രീ ആയിട്ട് തരണം. അത് തരും. നോ ബാർഗൈനിങ്. അപ്പോ വളരെ സന്തോഷം. വളരെ 7 ദിവസത്തെ അവധിക്ക് മാത്രം നാട്ടിലെത്തിയിട്ട് വളരെ തിരക്കേറിയ ഒരു ഷെഡ്യൂളിൽ നിന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾ, ദൈർഘ്യമേറിയ ഒരു സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ച് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ കാത്തിരുന്നതിനും അതുപോലെ തന്നതിനും ഒരുപാട് നന്ദിയും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. വളരെ നല്ലൊരു സോളിനെയാണെന്ന് കണ്ടുമുട്ടിയ സന്തോഷമുണ്ട്. അപ്പോ താങ്ക് യു ശാരിക, താങ്ക് യു സോ മച്ച്.